നമസ്കാരം. പല ആഫ്രിക്കൻ രാജ്യങ്ങളും കടുത്ത പ്രതിസന്ധിയിലാണ്. സാമ്പത്തിക പ്രതിസന്ധി നടക്കുന്നുണ്ട്, സംഘർഷങ്ങളുണ്ട്, അതുപോലെ ഭരണ അസ്ഥിരതകൾ പലയിടത്തുമുണ്ട്. പലതും കടുത്ത ദാരിദ്ര്യത്തിൽ കഴിയുന്നു. ദശലക്ഷത്തിലധികം ആളുകൾ കിഴക്കൻ കോങ്കോയിൽ പതിറ്റാണ്ടുകളായി നടക്കുന്ന സംഘർഷങ്ങളാൽ കുടിയൊഴിപ്പിക്കപ്പെട്ടു. അവിടെ ഡസൻ കണക്കിന് സായുധ ഗ്രൂപ്പുകൾ ഭൂമിക്കും ധാതുക്കളാൽ സമ്പന്നമായ പ്രദേശങ്ങളുടെ നിയന്ത്രണത്തിനും വേണ്ടി പരസ്പരം പോരടിക്കുകയാണ്. സമീപ മാസങ്ങളിലെ പോരാട്ടത്തിൻ്റെ വർധനവ് അഭയാർത്ഥികളുടെ ഒരു പുതിയ നീക്കത്തിന് കാരണമായി. സംഘർഷഭരിതമായ കിഴക്കൻ കോങ്കോയിലെ അഭയാർത്ഥി ക്യാമ്പിൻ്റെ ഒരു കോണിൽ ഒരു ഡസനോളം ചെസ് ഗെയിമുകൾ നടക്കുന്നു. അത് കാണാനും രസിക്കാനും ഒക്കെ തന്നെ നിരവധി ആളുകളുമുണ്ട്. സത്യത്തിൽ ആ കുട്ടികൾ തീരെ വൃത്തിയില്ലാത്ത സ്ഥലത്താണ് ഇരിക്കുന്നത്. അവരുടെ വസ്ത്രങ്ങൾ കീറി തുടങ്ങിയിരിക്കുന്നു. അവരുടെ ഷൂസ് ദ്വാരങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. പക്ഷേ അവർ അതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവരുടെ ശ്രദ്ധ മുഴുവൻ ആ കളിയിലാണ്. കുട്ടികൾക്കായുള്ള സോഗ ചെസ് ക്ലബിൽ ആവശ്യത്തിന് മേശകളും കസേരകളും ഇല്ല. ബോർഡുകൾ കടലാസിൽ പച്ചയും വെള്ളയും നിറത്തിലുള്ള കട്ടകൾ അടയാളപ്പെടുത്തിയ ചതുരങ്ങളാണ്. അവ തേയ്മാനത്തിൽ നിന്ന് സംരക്ഷിക്കാൻ പ്ലാസ്റ്റിക് കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ കുട്ടികളുടെ മനസ്സ് ഇതുവരെ കണ്ടതും അനുഭവിച്ചതുമായ പോരാട്ടങ്ങളും സംഘർഷങ്ങളും വിശപ്പും ഭയവും എന്നതിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചാൽ മതിയെന്ന് ചെസ് ക്ലബ് സ്ഥാപകർ പറയുന്നു. അവർക്കെല്ലാം വീടുകൾ നഷ്ടപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും മോശമായ മാനുഷിക പ്രതിസന്ധികളിൽ ഒന്നിൽ ചിലർക്ക് അച്ഛനെയോ അമ്മമാരെയോ സഹോദരങ്ങളെയോ ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ കുട്ടികൾ സഹിച്ച സമ്മർദ്ദങ്ങളിൽ നിന്നും ഭയാനകതകളിൽ നിന്നുമുള്ള ഒരു ചികിത്സാപരമായ മാനസികമായ രക്ഷപ്പെടലാണ് ചെസ് എന്ന ക്ലബിൻ്റെ പരിശീലകരിൽ ഒരാളായ ഗബ്രിയേൽ നസാജി പറയുന്നത്. ഗെയിം കുട്ടികളെ ശാന്തരായിരിക്കാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അത് അവരുടെ മനസ്സിനെ ശാന്തമാക്കുന്നു. ഈ കുട്ടികളുടെ കാഴ്ചപ്പാട് അടിമുറി മാറിയിരിക്കുന്നു. അവർ ജീവിതത്തെ സമീപിക്കുന്നത് വ്യത്യസ്തമായൊരു ചിന്താഗതിയിലൂടെയാണ്. മിക്ക കുട്ടികളും അവരുടെ ദിവസങ്ങൾ പരുക്കൻ യുദ്ധസമാനമായ കളികളിൽ മുഴുകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായി സംഘാടകർ പറഞ്ഞു. കുട്ടികൾ ചെസ് കളിക്കുന്നതിലൂടെ ക്യാമ്പിൻ്റെ ചില ഭാഗങ്ങൾ ശുഭാപ്തി വിശ്വാസത്തിൻ്റെ മേഖലകളായി മാറി എന്ന് സോഗ ചെസ് ക്ലബ് പ്രസിഡന്റ് അഖിലി ബാഷിഗെ പറയുന്നു. അവരുടെ പരിമിതമായ വിഭവങ്ങൾ ഉണ്ടായിരുന്നിട്ടും അവരുടെ അഭിനിവേശം നിലനിൽക്കുന്നു. തൻ്റെ ക്ലബിൻ്റെ റിക്രൂട്ട്മെൻറ്റിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. സോഗ ഈ മേഖലയിലെ അനാഥാലയങ്ങളിലേക്കും ഈ ഗെയിം എത്തിച്ചിട്ടുണ്ട്. സമീപ നഗരങ്ങളിലെ തെരുവുകളിൽ താമസിക്കുന്ന കുട്ടികൾക്കായി ക്ലബ്ബുകൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും ബാഷിഗെ പറയുന്നു. തങ്ങളുടെ കുട്ടികൾക്കും അവരുടെ ഭാവിക്കും വേണ്ടി വേവലാതിപ്പെടുന്ന രക്ഷിതാക്കളെ പുനരുജ്ജീവിപ്പിക്കാനും ക്ലബിന് കഴിയും. അത് അവർ വഴുതിപ്പോകുന്നതായി കാണുന്നു. 13 വയസ്സുകാരിയായ അരൂസി അടുത്തിടെ ഒരു ടൂർണമെൻറ്റ് വിജയിക്കുകയും അതോടൊപ്പം കടുത്ത മത്സരാർത്ഥി എന്ന ഖ്യാതിയും നേടി. ആ നേട്ടം ഓർത്തപ്പോൾ അവളുടെ അമ്മ അഭിമാനം കൊള്ളുകയാണ്. സോഗ ചെസ്സിന് മുൻപ് അവർ യുദ്ധവും സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ അഭാവവും കാരണം വെറുതെയിരുന്ന് മനസ്സ് മരവിച്ചിരിക്കുകയായിരുന്നു. അവർ ഇടപഴകുന്നതും അഭിവൃദ്ധി പ്രാപിക്കുന്നതും കാണുമ്പോൾ ജനങ്ങളിൽ അളവറ്റ സന്തോഷം നിറയുന്നതായി ഓരോ മാതാപിതാക്കളും സാക്ഷ്യപ്പെടുത്തുന്നു. ഈ കുട്ടികളുടെ ജീവിതം വളരെ വ്യത്യസ്തതയാർന്നതാണ്. ഓർമ്മ വെച്ച് ജനിച്ചു വീഴുന്നതേ യുദ്ധത്തിൻ്റെ കെടുതികളുടെ സംഘർഷങ്ങളുടെ ഭൂമികയിലേക്ക്. അവർ അവിടെ അതുമാത്രം കണ്ട് വളരുന്നു. സംഘർഷഭരിതമായ കുഞ്ഞു മനസ്സുകൾ മാത്രമായി അവരുടെ മനസ്സ് മാറുന്നു. അതിൽ നിന്ന് അവരെ മാറ്റാനായി അവരെ നല്ല മനസ്സുള്ള, സന്തോഷം നിറയുന്ന, ആത്മവിശ്വാസം നിറയുന്ന മനസ്സുള്ള കുട്ടികളാക്കി മാറ്റാൻ ചെസ് എന്ന ഗെയിമിന് കഴിയും എന്ന് ഗവേഷകരും സാക്ഷ്യപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും കോങ്കോയുടെ പല മേഖലകളിൽ, അതുപോലെ തന്നെ ആഫ്രിക്കയുടെ പല മേഖലകളിൽ ഇതുപോലെ സംഘർഷ ഭൂമിയാണ്. അവിടെയൊക്കെ തന്നെ ഇത്തരം ക്രിയാത്മകമായ വ്യത്യസ്തമായ മനോധർമ്മം പുലർത്തുന്ന കളികൾ കുട്ടികളിൽ ഏൽപ്പിച്ചുകൊണ്ട്, കുട്ടികളെ അതിലേക്ക് നയിച്ചുകൊണ്ട് അവർക്ക് ഭാവി തലമുറയ്ക്കെങ്കിലും സമാധാനമായ, സന്തോഷമായ, സമചിത്തതയുള്ള ഒരു ജീവിതം നയിക്കാൻ കഴിയും എന്ന് ഗവേഷകരും ചൂണ്ടിക്കാട്ടുന്നു.